ഹായ്! ഈ ചക്കയും താങ്ങി പിടിച്ച് ഞാൻ എന്താ നിൽക്കണമെന്നറിയോ? ഒരു ഇടിച്ചക്ക ഇടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ചക്ക മൂത്തോന്ന് നോക്കിയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ കുരുമുളകൊക്കെ പറിക്കാനായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളകൊക്കെ തൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാടി നിൽക്കുകയാണ് കേട്ടോ, വെയിലായതുകൊണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മൾ അതിൽ നിന്നൊരു ഇടിച്ചക്കയൊക്കെ പറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇടിച്ചക്ക വെച്ചിട്ട് മോരുകറി വെക്കും. അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇടിച്ചക്കയുടെ കൂടെ മഞ്ഞൾപ്പൊടി, ഉപ്പും അതുപോലെ 2-3 പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തൊടിയിൽ നിന്ന് തന്നെ പച്ചമുളക് 2-3 പച്ചമുളക് പറിച്ചെടുത്ത് കൊണ്ടുവരിക ചെയ്തിട്ടോ. നല്ല നാടൻ നമ്മുടെ വീട്ടിൽ ഫിഷൊന്നും ഇല്ലാത്ത നല്ല പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 4 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് കീറുകയാണ് കേട്ടോ ഞാൻ ചെയ്ത്. നടുക്കൂടെ കണ്ടില്ലേ? അപ്പോൾ കീറി വരഞ്ഞ് അതിനകത്തിട്ട് നന്നായിട്ട് കുക്കറിൽ ഒരു 3 വിസിലടിച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴേക്കും വിസിൽ വരുമ്പോൾ ഞാൻ തേങ്ങ ചിരവിയെടുത്തു. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം കേട്ടോ. തേങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. തേങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് കടുകും കുറച്ച് ജീരകവും പിന്നെ കുറച്ച് 2-3 പച്ചമുളകും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ 4 പച്ചമുളകല്ലേ ചേർത്തുള്ളൂ, അതായത് ഈ എരിവുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് 4 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതേ കൂടെ നമ്മൾ കുരുമുളകും കൂടെ ചേർത്ത് ഈ തൈര്, പുളിപ്പുള്ള തൈരാണ് കേട്ടോ, അത്യാവശ്യം പുളിപ്പുള്ള തൈരോ അല്ലെങ്കിൽ മോരോ ചേർത്തിട്ട് നമ്മൾ ഈ തേങ്ങയുടെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി പേസ്റ്റായി അരച്ചെടുത്തു. തേങ്ങ വെന്തതിന് ശേഷം അതിലോട്ട് മോരൊഴിച്ച് ഇളക്കി എന്നിട്ട് ഈ അരപ്പ് കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തിട്ട്. ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉലുവും കടുകും മുളകും കൂടെ വറുത്ത് ഇടുകയാണ് കേട്ടോ ചെയ്ത്. നല്ലൊരു കറിയാണ് കേട്ടോ. ഇതുവരെ മോരൊഴിച്ച് ഇടിച്ചക്ക ആരും വെച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.